പ്രാവശ്യത്തെ ചെണ്ടുമല്ലി തൈകളാണ് ഈ കാണുന്നത്. നടാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് എങ്ങനെയൊക്കെ തയ്യാറാക്കി മണ്ണൊക്കെ ഒരുക്കുന്നത്. ഇപ്പം നമ്മൾ തൈ നടാനായിട്ട് പോവുകയാണ്. ആ മണ്ണൊരുക്കിയിട്ടേക്കുന്നതാണ് കാണുന്നത്. പോശയൊക്കെ കിളിച്ച് മാറ്റണം ഇനി അത്. ആ തടത്തിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി, ഒരു ശകലം ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് തടത്തിൽ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്. ബാക്കിലോട്ട് കുറേ തടങ്ങൾ കിടപ്പുണ്ട്. ഇത് ട്രൈക്കോഡർമയാണ്. ട്രൈക്കോഡർമ ചാണകപ്പൊടിയുടെ മേളിൽ കുറച്ച് വിതറി കൊടുക്കുക. കുമിൾ രോഗങ്ങളെയൊക്കെ നശിപ്പിക്കാൻ ട്രൈക്കോഡർമയ്ക്ക് കഴിയും. അത് ജൈവവളത്തിൻ്റെ കൂടെ ചേർക്കാവൂ. അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, അല്ല അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് സ്യൂഡോമോണാസ് കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് സ്യൂഡോമോണാസ് കൊടുക്കുക. സ്യൂഡോമോണാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കടയിലില്ലെങ്കിൽ അത് ഇടണ്ട. അതിന് ഇച്ചിരി വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി മതി. ഒരു പിടി വീതം ഓരോ കുഴിയിലുമായിട്ട് ഇട്ട് കൊടുക്കുക. വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ ഈ തടത്തിൽ ഈ മണ്ണിലെ നിമാവിരകളെയൊക്കെ നശിപ്പിക്കാൻ നല്ലതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി എല്ലുപൊടി ഇട്ട് കൊടുക്കണം. എല്ലുപൊടി നല്ല ഒരു വളമാണ്. അടിവളമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ല രീതിയിൽ വളർന്നു വരാനും പൂ പിടിക്കാനും എല്ലാം സഹായിക്കും. അത് ഞാൻ ഡോളോമൈറ്റ് ഇട്ട് വെച്ചിരുന്ന തടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡോളോമൈറ്റ് ഒന്നും കൊടുക്കാഞ്ഞത്. ആ മേലിലേക്ക് കുറച്ച് മണ്ണ് മൂടിയിടുക. ഈ തടത്തിൽ നേരിട്ട് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് തൈ വെച്ച് കൊടുക്കരുത്. തൈ ചീഞ്ഞു പോവും. അതിൻ്റെ പുറത്ത് ഇച്ചിരി മണ്ണിട്ട് മൂടി കൊടുത്തതിന് ശേഷം വേണം തൈ നടാൻ. ഇങ്ങനെയൊക്കെ കളയുണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് കളയണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തന്നെ വൃത്തിയാക്കും. നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഈ തടങ്ങളെല്ലാം എടുത്ത് നമ്മൾ ചെണ്ടുമല്ലി നടാനായിട്ട്. ചെണ്ടുമല്ലിയുടെ തൈയാണിത്. തടത്തിൽ നമ്മൾ അവിടെ അതിനകത്ത് തടമെടുത്തതിനകത്ത് ചെറിയൊരു കുഴി കുത്തിയിട്ട് ഇച്ചിരി മുകളം നിൽക്കത്തില്ലേ, അതിൻ്റെ അതിൻ്റെ മേളിൽ വരെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. കാരണം ഇതിൻ്റെ വേര് മേലോട്ട് വരുന്നതുകൊണ്ട് വെച്ച് ആഴത്തിലൊന്ന് കുഴിച്ച് വെച്ച് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ചെടി കിളിച്ച് വരുന്തോറും നമുക്കിത് മണ്ണിട്ട് കൊടുക്കേണ്ടതുണ്ട്.
നല്ലോണം വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതാണ് തൈ. ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ തൈകൾ. 5 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. കൃഷിഭവനിലൊക്കെ കുറവാണെന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ കൃഷിഭവനിൽ ചെന്ന് അന്വേഷിച്ചതിനൊക്കെ ചെണ്ടുമല്ലി തൈയൊന്നുമില്ല. ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതല്ല, അടുത്ത വീഡിയോയിൽ അടുത്തത് നമ്മൾ ഈ നൈട്രജൻ വളം വേണമെന്നുള്ളവർ ഇതാണ്ടോ, ഞാൻ നേരത്തെ ഈ കളയെല്ലാം പറിച്ച് വെച്ചതിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ്. ചാണകത്തിൻ്റെ കണക്കായിട്ടുണ്ട് വളം. നൈട്രജൻ കണ്ടൻറ്റേ ഉള്ളൂ അതിൽ. നമ്മൾ ഈ തൈ നട്ടതിന് ശേഷം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്കിത് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കപ്പലണ്ടി പിണ്ണാക്ക് പൊളിച്ചാണ് സാധാരണ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്നും കിട്ടാത്തവർ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.